ഹേ വെൽക്കം ടു റയർ സ്കിൽ ഷെയർ. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പ്രസൻറ്റ് സിമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ആണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് സിമ്പിളിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ്. എങ്ങനെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കി പ്രസൻറ്റ് സിമ്പിൾ പഠിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻസ് തന്നെയാണ് നമ്മൾ വിവരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് കാറ്റഗറി വരുന്ന ഐ വർക്ക്, യു വർക്ക്, ദേ വർക്ക്, വി വർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസ് ഫോം ആണെങ്കിൽ, രണ്ടാമത് റെഡ് കാറ്റഗറിയിൽ കൊടുത്തിട്ടുള്ള ഐ ഡോണ്ട് വർക്ക്, യു ഡോണ്ട് വർക്ക്, ദേ ഡോണ്ട് വർക്ക്, വി ഡോണ്ട് വർക്ക്, ഹി ഡസൻറ്റ് വർക്ക് മുതലായവ ഇതിൻ്റെ നെഗറ്റീവ് ഫോമാണ്. മൂന്നാമത്തത് ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ള ഇതിനെങ്ങനെ ക്വസ്റ്റ്യൻ ആക്കുക എന്നുള്ളതാണ്. ഡു ഐ വർക്ക്, ഡു യു വർക്ക്, ഡു ദേ വർക്ക്, ഡു വി വർക്ക്, ഡസ് ഹി വർക്ക്, ഡസ് ഷീ വർക്ക്, ഡസ് ഇറ്റ് വർക്ക്, ഡു ബേർഡ്സ് ഫ്ലൈ, ഡു ബേർഡ്സ് ഫ്ലൈ. ഇനി ഇതിനെ കുറച്ച് എക്സാമ്പിൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എളുപ്പം മനസ്സിലാക്കാൻ നോക്കാം. ആദ്യത്തെ ഒരു കാറ്റഗറി ഓഫ് എക്സാമ്പിൾസ് ആണ് ഫാക്ട്സ് എന്ന് പറയുന്നത്. എന്താണ് ഫാക്ട്സ്? സയൻറ്റിഫിക്കലോ മാത്തമാറ്റിക്കലോ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഫാക്ട്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. വെള്ളം 100 ഡിഗ്രിയിൽ തിളക്കുന്നു. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഏതൊരാൾക്കും അറിയാവുന്ന സിമ്പിളായിട്ടുള്ള സയൻറ്റിസ്റ്റ് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫാക്റ്റ്. ആ ഫാക്റ്റ് പറയാൻ വേണ്ടിയിട്ട് സിമ്പിൾ പ്രസൻറ്റ് തന്നെ ഉപയോഗിക്കണം. വാട്ടർ ബോയിൽസ്. ഇത് സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനിൽ ഇറ്റ് വർക്ക്സിനായിട്ടാണ് മാച്ചായി പോകുന്നത്. ഏതിനായിട്ടാണ് മാച്ച് ആവുന്നത്? ഇറ്റ് വർക്ക്സ്, വാട്ടർ ബോയിൽസ്, ഇറ്റ് വർക്ക്സ്, വാട്ടർ ബോയിൽസ്. അടുത്ത രണ്ടാമത്തെ എക്സാമ്പിൾ, 10 times 10 makes 100. 10 ഗുണിക്കണം 10 സമം 100. 10 multiplied by 10 is equal to 100. ഇത് മാത്തമാറ്റിക്കലായിട്ട് ഡിഫൈൻ ചെയ്തൊരു ഫാക്റ്റാണ്. ഈ ഫാക്റ്റ് പറയാനും നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇതിൽ 10 times 10 makes ഇറ്റ് വർക്ക്സിനായിട്ട് തന്നെയാണ് മാച്ചായി പോകുന്നത്. ഏതിനായിട്ടാണ്? സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനിലെ ലെഫ്റ്റിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഇറ്റ് വർക്ക്സിനായിട്ടാണ് 10 times 10 makes മാച്ചായി പോകുന്നത്. അടുത്ത കാറ്റഗറി ഓഫ് എക്സാമ്പിളാണ് ട്രൂത്ത് എന്ന് പറയുന്നത്. അതായത് സത്യങ്ങൾ. ഇപ്പോൾ എന്നെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും സത്യങ്ങൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുറിച്ചിട്ടുള്ള സത്യങ്ങൾ, അതെല്ലാം സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ചാണ് പറയാം. ഫോർ എക്സാമ്പിൾ, ഐ റിയലി ലവ് മൈ ജോബ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജോലിയെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഞാൻ എൻ്റെ ജോലി വളരെ ഇഷ്ടപ്പെടുന്നു. ഐ റിയലി ലവ് മൈ ജോബ്. ഐ റിയലി ലവ്, ഐ ലവ് മൈ ജോബ്. ഐ ലവ് എന്നുള്ളത് ഏതിനായിട്ടാണ് മാച്ചായി പോകുന്നത്? സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനിൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണാം, ഐ വർക്കിനായിട്ടാണ് മാച്ചായി പോകുന്നത്. ഏതിനായിട്ടാണ്? ഐ വർക്കിനായിട്ടാണ് ഐ ലവ് എന്നുള്ള എക്സ്പ്രഷൻ, ആ ഫ്രേസ് മാച്ചായി പോകുന്നത്. അടുത്തൊരു സത്യമാണ് ബേർഡ്സ് ഡോണ്ട് സ്വിം. ബേർഡ്സ് ഡോണ്ട് സ്വിം. പക്ഷികൾ നീന്തുകയില്ല. അത് ഇതിൽ ഏത് എക്സ്പ്രഷനായിട്ടാണ് മാച്ചായി പോകുന്നത്? സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനിൽ നോക്കിയാൽ ബേർഡ്സ് ഡോണ്ട് ഫ്ലൈ എന്ന് സെക്കൻഡ് കാറ്റഗറിയിൽ റെഡിൽ നമുക്ക് കാണാൻ പറ്റും. ബേർഡ്സ് ഡോണ്ട് ഫ്ലൈ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനായിട്ട് അത് മാച്ചായി പോകുന്നു. ഇത് പക്ഷികൾ പ്ലൂറൽ ആയതുകൊണ്ടാണ് ഡോണ്ട് ഉപയോഗിച്ചത്. ഇത് ഇറ്റ് കാറ്റഗറിയിൽ തന്നെയാണ് വരിക. ഇത് ഇറ്റ് കാറ്റഗറീൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. അതായത് റെഗുലർ ആൻഡ് ഹാബിച്വൽ ഇവൻറ്റ്സ്. അതായത് നമ്മുടെ ശീലങ്ങളുണ്ടല്ലോ, നമ്മൾ സ്ഥിരമായിട്ട് പല്ല് തേക്കാറുണ്ട്, സ്ഥിരമായിട്ട് സ്കൂളിലേക്ക് പോകാറുണ്ട്, സ്ഥിരമായിട്ട് ഉറങ്ങാറുണ്ട്. അങ്ങനത്തെ ഹാബിറ്റ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് സിമ്പിൾ പ്രസൻറ്റാണ് നമ്മൾ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഐ റീഡ് എവറി നൈറ്റ് ബിഫോർ ഐ ഗോ ടു സ്ലീപ്പ്. എല്ലാ രാത്രിയിലും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ വായിക്കാറുണ്ട്. അതൊരു ഹാബിറ്റാണ്. എൻ്റെ ഒരു ഹാബിറ്റ് ഞാൻ പറയുമ്പോൾ അത് സിമ്പിൾ പ്രസൻറ്റിൽ തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ഐ റീഡ് എന്ന് പറയുന്നത് ഐ വർക്ക് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനായിട്ടാണ് മാച്ചായി പോകുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾസ് നിങ്ങൾക്ക് അതേപോലെ ഞങ്ങളുടെ റിയൽ ലൈഫിലും സിറ്റുവേഷൻസ് വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. അടുത്തായിട്ട് ഉള്ള ഒരു ഹാബിച്വൽ ഇവൻ്റാണ് ഡു യു ബ്രഷ് യുവർ ടീത്ത് യൂഷ്വലി ഇറ്റ് ലുക്സ് യെല്ലോ. നിങ്ങൾ സാധാരണയായി പല്ല് തേക്കാറുണ്ടോ? അത് മഞ്ഞയായിരിക്കുന്നു. അതായത് പല്ല് തേക്കുന്നത് ഒരു ഹാബിച്വൽ ഇവൻ്റാണ്, എന്നും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഫോമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡു യു ബ്രഷ്, ഡു യു വർക്ക്. ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഡു യു ബ്രഷ്, ഡു യു വർക്ക്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് മാറ്റാമെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡയറക്ഷൻ. അടുത്തൊരു കാറ്റഗറി ഓഫ് എക്സാമ്പിൾസ് ആണ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡയറക്ഷൻസ്. അതായത് എന്താണ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്, ഒരാൾ എക്സാം എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഗൈഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ എക്സാമ്പിൾ പറയുന്നത് യു റീഡ് ക്വസ്റ്റ്യൻ ഫസ്റ്റ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുക. യു റീഡ് എന്ന് പറയുന്നത് യു വർക്കിനായിട്ടാണ് മാച്ചായി പോകുന്നത്. അടുത്ത രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുകയാണ് ആൻഡ് ദെൻ യു റൈറ്റ് ഡൗൺ യുവർ ആൻസർ ഇൻ ദി ബോക്സ്. ഈ ബോക്സിൽ നിങ്ങളുടെ ആൻസർ എഴുതുക.
അതും യു വർക്കിനായിട്ടാണ് മാച്ചായി പോകുന്നത്. അടുത്ത മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് യു ഡോണ്ട് റൈറ്റ് ഓൺ ദി ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മളിവിടെ നെഗറ്റീവ് ഫോമാണ് ഉപയോഗിച്ചത്. യു ഡോണ്ട് റൈറ്റ് ഓൺ ദി ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പറിന് പുറത്ത് എഴുതാൻ പാടില്ല. അടുത്തായിട്ട് റിയാക്ഷൻസ് ആണ്. റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, എനിക്കിപ്പോൾ ഒരു കളർ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഈ കളർ ഇഷ്ടമായില്ല, എനിക്ക് ഈ വെള്ളം ഇഷ്ടമായില്ല എന്നൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യില്ലേ. ആ റിയാക്ട് ചെയ്യുന്നത് സിമ്പിൾ പ്രസൻറ്റിലാണ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഐ ഡോണ്ട് ലൈക്ക് ദി കളർ. എനിക്ക് പച്ച നിറം ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഈ നിറം ഇഷ്ടമല്ല, ഐ ഡോണ്ട് ലൈക്ക് ദി കളർ. ഇത് ഏത് സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനായിട്ടാണ് ലെഫ്റ്റിൽ മാച്ചായി പോകുന്നത്? ഐ ഡോണ്ട് ലൈക്ക് ദി കളർ, ഐ ഡോണ്ട് വർക്കിനായിട്ടാണ് ഇത് മാച്ചായി പോകുന്നത്. ഏതിനായിട്ടാണ്? ഐ ഡോണ്ട് വർക്ക്, ഐ ഡോണ്ട് ലൈക്ക്. അടുത്ത റിയാക്ഷനാണ് ഡോണ്ട് യു ബിലീവ് മീ, ഇറ്റ്സ് ട്രൂ. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ, ഇത് സത്യമാണ്. ഡോണ്ട് യു ബിലീവ് മീ. ഇത് സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനിൽ ഏത് എക്സ്പ്രഷനായിട്ടാണ് മാച്ചായി പോവുക? ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. ഇതൊരു ഹോംവർക്കായിട്ട് നിങ്ങൾ ചിന്തിച്ച് കണ്ടെത്തിയാൽ മതി. ഡോണ്ട് യു ബിലീവ് മീ, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ, ഇത് സത്യമാണ്. ഡോണ്ട് യു ബിലീവ് മീ, ഇറ്റ്സ് ട്രൂ. അടുത്തതായിട്ട് ടൈം ടേബിൾസ് ആൻഡ് പ്ലാൻസ് ആണ്. നമ്മൾ ടൈം ടേബിൾസ് ഇവൻറ്റ്സ് ഉണ്ടല്ലോ അല്ലേ. ഇപ്പോൾ നാളെ 9 മണിക്ക് ക്ലാസ് തുടങ്ങും, അല്ലെങ്കിൽ നാളെ ഉച്ചക്ക് 12 മണിക്ക് ലഞ്ച് ഉണ്ട്. ഇങ്ങനത്തെ ടൈം ടേബിൾ ആക്ടിവിറ്റീസ് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ചാണ് പറയുക. ഫോർ എക്സാമ്പിൾ, ദി ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 9:30 ടുമാറോ. നാളെ 9:30 ക്ലാസ് തുടങ്ങുന്നതാണ്. ദി ക്ലാസ് സ്റ്റാർട്ട്സ്. ഇറ്റ് വർക്ക്സിനായിട്ടാണ് അത് മാച്ചായി പോകുന്നത്. ക്ലാസ് സ്റ്റാർട്ട്സ് ഏതിനായിട്ടാണ് മാച്ചായി പോകുന്നത്? ഇറ്റ് വർക്ക്സിനായിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട്സ് മാച്ചായി പോകുന്നത്. നാളെ 9:30 ക്ലാസ് തുടങ്ങുന്നതാണ്. അടുത്തൊരു എക്സാമ്പിളാണ് വി ഈറ്റ് ലഞ്ച് അറ്റ് 12:30, ഡോണ്ട് ബി ലേറ്റ്. ഞങ്ങൾ 12:30 ഭക്ഷണം കഴിക്കുന്നതാണ്, വൈകിയാൽ ഭക്ഷണം കിട്ടുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. വി ഈറ്റ് ലഞ്ച് അറ്റ് 12:30, ഡോണ്ട് ബി ലേറ്റ്. ഈ വി ഈറ്റ് ലഞ്ച് അത് ഏത് എക്സ്പ്രഷനായിട്ടാണ് മാച്ചായി പോകുന്നത്? വി വർക്കിനായിട്ടാണ് അത് മാച്ചായി പോകുന്നത്. വി ഈറ്റ്, വി വർക്ക്. അതോടുകൂടി സിമ്പിൾ പ്രസൻറ്റ് സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനും യൂസേജ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പാസ്റ്റ് സിമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനും അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ ഫ്യൂച്ചർ വീഡിയോസിൽ കവർ ചെയ്യും. സോ സ്റ്റേ ട്യൂൺ.